നമസ്കാരം പ്രിയപ്പെട്ടവരെ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഞാൻ എൻ്റെ നാട്ടിലെ വയലാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. നിങ്ങളത് കാണുക. അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൽ ഞാൻ പറയുന്നതായിരിക്കും. ഞാനല്ല, എൻ്റെ അച്ഛൻ പറയുന്നതായിരിക്കും. കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. പഴയ പെരിഞ്ചല്ലൂർ ഗ്രാമത്തിലെ കണികുന്ന് എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിലെ വയലുകളാണ് നിങ്ങളെ കാണുന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ വയലുകളിൽ 2 പ്രാവശ്യം വിളവെടുത്തിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. വേനൽക്കാലത്ത് അതുകൂടാതെ പച്ചക്കറികളൊക്കെ നട്ട് ജീവിതത്തിനാവശ്യമായ ധാന്യങ്ങളും മറ്റ് സാധനങ്ങളും ഉൽപ്പാദിപ്പിച്ച ഒരു കൊച്ചു ഗ്രാമം. ഈ വയലുകളൊക്കെ ഇന്ന് അന്യം നിന്നു പോയിരിക്കുന്നു. കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ കുറേ വീടുകളും കുറേ ഭാഗം നികത്തപ്പെട്ടു. ഈ പ്രദേശം ഇന്നിപ്പോൾ ഒന്നുമല്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ഒരു കാലത്ത് കാർഷിക വിളകൾക്ക് വില കിട്ടാത്തൊരു കാലഘട്ടത്തിലൂടെ കാർഷിക പ്രവൃത്തി ലാഭകരമല്ല എന്നുള്ള തോന്നലുകളിൽ കാർഷിക മേഖല നെൽവയലുകളെ കർഷകർ ഉപേക്ഷിച്ചു. ഇന്നിപ്പോൾ പുല്ലും ചെളിയുമായി നിറഞ്ഞു കിടക്കുന്ന പാടം, അതിൻ്റെ കൂടെ NH-66 വർക്കിൻ്റെ ഭാഗമായി ഒഴുകി വന്നെത്തിയ ചെളി നിറഞ്ഞു കിടക്കുന്ന ഒരു ഭാഗവും നിങ്ങൾക്കിതിൽ കാണാം. എത്രയോ കുടുംബങ്ങൾ ജീവിച്ച, ആയിരക്കണക്കിന് പറ നെല്ലുൽപ്പാദിപ്പിച്ച ഈ വയൽ, കണികുന്ന് വയലാണ് നിങ്ങളീ കാണുന്നത്. നമുക്ക് കാണുമ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പകാലം ഞാൻ ഓർക്കുന്നു. ഒരു 67-68 കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു. അതീപേമാരി ഉള്ള കാലത്ത് എൻ്റെ വീട്ടിന് താഴെ വരെ തോണി വന്ന ഒരു നാളുണ്ടായിരുന്നു. ഇന്ന് കാണുന്ന ജലവും പ്രളയവും ഒന്നുമല്ല അന്നത്തെ കാലത്തുണ്ടായിരുന്നത്. അതിനെയൊക്കെ അതിജീവിച്ച് വന്ന ഒരു നാടാണ് നമ്മുടെ നാട്. ഇപ്പോൾ ഒരു മഴ പെയ്താൽ, അല്ലെങ്കിൽ 4 മഴ കാലം തെറ്റി പെയ്താൽ കുത്തൊഴുക്കിൽ പെട്ടുപോകുന്ന വീടുകളും മൃഗാദികളും കാർഷിക മേഖലയും ഒക്കെ കാണുമ്പോൾ പഴയ കാലത്തെ ഞാൻ സ്മരിച്ചു പോവുകയാണ്. എന്തേ ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നു? നമ്മുടെ പ്രകൃതിയെ മറന്നുള്ള ജീവിതവും പ്രകൃതിയെ മറന്നുള്ള നമ്മുടെ പ്രവൃത്തികളും. തോടുകളൊക്കെ റോഡായി മാറുന്നു. സുഗമമായി ഒഴുകി പുഴയിലെത്തിയിരുന്ന തോടുകളൊക്കെ റോഡായി മാറുകയും എല്ലാവരും അവനവൻ്റെ 10 സെൻറ്റും ഭൂമിയും സംരക്ഷിക്കാൻ വേണ്ടി അതിലെ ജലാംശങ്ങൾ പുറകിലേക്ക് ഒഴുക്കി വിടുകയും അതൊക്കെ സുഖമായി ഒഴുകാൻ പറ്റിയ തോടുകളില്ലാതാവുകയും ചെയ്യുമ്പോൾ നമ്മളെ നാടും ഒക്കെ അന്യം നിന്നു പോവുകയാണ്. അതീവ ദയനീയമായ ഒരവസ്ഥയിലേക്ക് നമ്മൾ കടന്നു പോകുന്നു. എന്തിനേയും അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടുന്ന ഒരു ഗതികേടിലേക്ക് 100% ഉപഭോക്തൃ സംസ്കാരത്തിൻ്റെ അടിമകളായിത്തീരുന്നു നമ്മൾ, കേരളത്തിലെയും ഈ കൊച്ചു ഗ്രാമത്തിലെയും ജനങ്ങൾ. ഇനിയും കുറച്ചുകൂടെ വിശദമായി പറയാനുണ്ട്. അത് ഇനി വരുന്ന വീഡിയോകളിൽ ഞാൻ ഇടുന്നതായിരിക്കും. നന്ദി.